നമ്മുടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ ആളുകൾ കൃഷി ചെയ്യാത്തത്. ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലവും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തണം. മാർക്കറ്റിൽ രണ്ടുപേരുടെ കൈമറിഞ്ഞ് ഇവിടെ വരുമ്പോൾ അത് മുതലാകാതെ തന്നെയാണ്. നേരിട്ട് മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ എല്ലാ സ്ഥലത്തും തന്നെ ഈ ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ നഗരങ്ങളിൽ. അവർ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കണേന് ഇവിടെ അവർ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ട്രെയിനുകൾ ഓടുകയാണെങ്കിൽ ഒരു ബ്രേക്ക് വാഗണിൽ ഈ ചരക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സംവിധാനം നമുക്ക് ഉണ്ടെങ്കിൽ സംഗതി എല്ലാം കേരളം മുഴുവൻ എല്ലാ വീടുകളും ഫാമായിട്ട് മാറും. എന്നുവെച്ചാൽ ചെറിയ ഹോൾഡിങ്സാണ് കേരളത്തിൻ്റെ, വലിയ പ്ലാന്റേഷൻ യൂറോപ്പിലെ പോലെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയല്ല നമ്മുടെ ഉപജീവന അടിസ്ഥാനത്തിലുള്ള കൃഷിയാണ്. അപ്പോൾ എനിക്കൊരു 1/2 ഏക്കർ 1 ഏക്കർ 2 ഏക്കർ പ്ലോട്ടൊക്കെ ഉണ്ടാവും. അവിടെ ഞാൻ ഈ കൃഷി സാധനങ്ങൾ ചെയ്യും. അതെനിക്ക് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്തുള്ളവരിതെല്ലാം കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാം. ലോറി എടുത്ത് കൊണ്ടുവരുമ്പോൾ കാശ് കൂടും, ട്രെയിനാകുമ്പോൾ വളരെ ചീപ്പാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മുഴുവൻ മോച്ചായും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഇളക്കി മറിക്കാൻ സാധിക്കുന്ന, എന്നാൽ കുറച്ച് കാശും കുറച്ച് സമയവും. സിഗ്നലിംഗ് തീരുമാനിച്ചാൽ നമുക്ക് ഒരു കൊല്ലത്തിനകം സിഗ്നലിംഗ് മുഴുവൻ മാറ്റാം. പിന്നെ ട്രെയിൻ ഓടിക്കുന്ന കാര്യമുണ്ട്. എത്ര ട്രെയിൻ വേണമെങ്കിലും നമുക്ക് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3-4 റെയിൽവേ കോച്ച് ഫാക്ടറികളുണ്ട്. അതൊക്കെ നമ്മൾ അതിന് തന്നെ വേണമെങ്കിൽ ട്രെയിൻ ഓർഡർ കൊടുത്താൽ കിട്ടും നമുക്ക്. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ അറിയാമോ? റെയിൽവേയിൽ കേരളമാണ് മുഴുവൻ ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളുള്ളത്. റെയിൽവേയുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. റെയിൽവേക്ക് എന്തെങ്കിലും കേരളത്തിൽ ചെയ്യാൻ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് എല്ലാവരും അതിനൊരു മാനിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺസ് കിട്ടുമെന്നുള്ള അവർക്ക് ഷുവറാണ്. അത് മാത്രമല്ല, ഈ ട്രെയിനുകൾ കൂടുതൽ ഓടാൻ തുടങ്ങും. ഇപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒരാൾ ഒരു ദിവസം പണിക്ക് നിൽക്കുമ്പോൾ 5 ട്രെയിൻ പോണതും 25 ട്രെയിൻ പോണതിന് ഈ ഒരാളുടെ കൂലി കൊടുത്താൽ മതി. ആ സ്റ്റേഷനിൽ കിടക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും ആ റെയിൽ പാളത്തെ തന്നെ നമുക്ക് 10 വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ ആ റെയിൽ പാളം 4 വണ്ടിയുമായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് യൂസ് ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ മൂലധനത്തിൻ്റെ പുറത്തുള്ള വലിയ ഗുണമല്ലേ. മൂലധനത്തും നമ്മൾ ചിലവാക്കിയിട്ട് അത് ഐഡിൽ ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞത് ഇന്ത്യ പോലൊരു 3-4 രാജ്യത്തിന് പറ്റില്ല. ഇത് ആ മൂലധനം മാക്സിമം നമുക്ക് മൂലധന ചിലവ് ആക്കിയത് തിരിച്ച് റിട്ടേൺ കിട്ടണം. അങ്ങനെ റിട്ടേൺ കിട്ടാൻ തുടങ്ങുമ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യണതിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയും കിട്ടും കാശ്. അപ്പോൾ പിന്നെ അത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുമെന്ന് പറയുമ്പോൾ അത് പിന്നെയും അതിനർത്ഥവത്താണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ ഗതാഗതത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊച്ചി മെട്രോ ആണ്. ഏതാണ്ട് 10,000 കോടി ചിലവാക്കിയിട്ടുണ്ട്. ഈ 10,000 കോടി ചിലവാക്കുമ്പോൾ അതിനകത്ത് ഒരു ദിവസം ഇപ്പോൾ അവർ തന്നെ പറയുന്നത് 90,000 ആളുകൾ ഒരു ദിവസം പോകുന്നുണ്ട്. 90,000 ആളുകൾ ഒരു റെയിൽവേ സിസ്റ്റമോ ബസ്സോ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരിക്കും അത് 45,000 ആളുകൾക്കാണ് ഉപകരിക്കുന്നത്. വെച്ചാൽ അവർ പോണ ആളുകൾ തിരിച്ചു തന്നെയാണ്. ആളോഹരി എടുക്കുകയാണെങ്കിൽ 45,000 ആളുകൾക്കാണ് ഇത് ഉപകരിക്കുന്നത്. 45,000 ആളുകൾക്ക് വേണ്ടി നമ്മൾ 10,000 കോടി ചിലവാക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി എത്ര കോടിയാകുമ്പോൾ മുടക്കണമെന്നറിയാം. ഇതാണ് ഇപ്പോൾ ഒരു ബസ് നമ്മളൊരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ ഇലക്ട്രിക് ബസ് ഉണ്ടാക്കി. ഇതിപ്പോൾ നമ്മളുടെ ബസ്സുകളെല്ലാം തന്നെ ലോറിയുടെ ചാസസിൻ്റെ പുറത്ത് വെച്ചേക്കണത്. ഇനി സ്പ്രിംഗ് ഒന്നും ഇല്ല, ഇത് നട്ടലൊടിഞ്ഞു പോകും. നമ്മുടെ ബസ്സെന്ന് പറയുന്നത് ശരിക്കും ചലിച്ച് നമുക്ക് കാറിൽ ഇരുന്ന് പോണ പോലെയുള്ളതാണ് ബസ്സെന്ന് പറയുന്നത്. നമ്മളതിനൊരു 2 കോടി രൂപ വെച്ച് ചിലവാക്കിയെടുത്തു. ഒരു ബസ്സിൽ ഇവിടുത്തെ കൊച്ചിയിൽ ഇന്നത്തെ GPS വെച്ചുള്ള കണക്കിൽ 900-1000 ആളുകൾ ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 90,000 ആളുകൾ പോകണമെങ്കിൽ നമുക്ക് 90, 100, 150, 200 ബസ് എടുത്തോ. 2 കോടി രൂപ വെച്ച് 400 കോടി, 200 ബസ് എടുത്തോ, 400 കോടി ചിലവായിക്കും. 400 കോടിയും 10,000 കോടിയും തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല. ബസ്സാണെങ്കിൽ എല്ലാ ഇടറോട്ടിൽ കൂടെ പോകുമ്പോൾ ഓരോ ബസ് സ്റ്റോപ്പും 500 മീറ്ററിൽ കുറവാണ് ഓരോ ബസ് സ്റ്റോപ്പ്. റെയിൽവേ എന്നൊക്കെ പറഞ്ഞാൽ 1-2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 500 മീറ്ററിലുള്ള ഓരോ ബസ് സ്റ്റോപ്പും ഓരോ വ്യാപാര കേന്ദ്രങ്ങളും ഓരോ ആക്ടിവിറ്റി സെൻ്ററായിട്ട് മാറും. അവിടെ തയ്യക്കാരൻ്റെ ഒരു കടയുണ്ടാകും. അവർക്കൊന്നും വലിയ മെയിൻ റോഡിൽ പോയിരുന്നിരിക്കും വാടക കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ സ്ഥലത്തിനൊരു ഐഡൻറ്റിറ്റി വരും. അവിടെയെല്ലാം വീടുകൾക്കെല്ലാം വാടക കിട്ടും. ബസ് കയറി എവിടെയെങ്കിലുമൊക്കെ പോകാമല്ലോ. ഈ തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം. 1. 2, ഇപ്പം നമ്മളിപ്പോൾ മെട്രോ ഇത്ര ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു കൊല്ലത്തിൽ 1 കോടി രൂപ വെച്ച് നഷ്ടത്തിലാണ് ഒരു ദിവസം ഓടുന്നത്. അവരുടെ കഴിഞ്ഞ റിപ്പോർട്ട് അങ്ങനെയാണ്. ഡെയിലി 1 കോടി രൂപ നഷ്ടം. അപ്പോൾ ഈ 1 കോടി രൂപ 45,000 ആളുകൾക്ക് വേണ്ടി സബ്സിഡൈസ് ചെയ്യണതാണ് നമ്മൾ. അത് ഒരു കാലത്ത് ഒരു ദിവസം ഒരാൾക്ക് 150 രൂപ വെച്ചിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാശ് ചിലവാക്കണതാണ് ഈ മെട്രോ റെയിൽ നിലനിർത്താൻ വേണ്ടി. അത് നമുക്ക് അതിൻ്റെ എക്കണോമിക്സും അല്ല, അതിൻ്റെ സാമൂഹ്യ വശവും എന്തു ന്യായം പറഞ്ഞാലും ശരി.
സാധാരണ ഇവർ പറയുമല്ലോ ദൈവം പോലും പൊറുക്കൂല എന്ന് പറയുന്ന ഒരു സ്റ്റേജാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ഇല്ലാത്തൊരു നാട്ടിൽ കുറച്ച് ആളുകൾക്ക് സുഖമായിട്ടിരുന്ന് യാത്ര പോകാനായിട്ട് ഗവൺമെൻറ് ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി 200 രൂപയിലധികം സബ്സിഡൈസ് ചെയ്യണേ. അയാൾക്ക് വേണ്ടി ചെയ്തിരിക്കണം മൂലധന ചിലവാണെങ്കിലോ ആലോചിക്കാൻ സാധിക്കില്ല. ലോകത്തു നിന്ന് എല്ലായിടത്തും കടമെടുത്ത് ആ കടത്തിൻ്റെ പലിശ കൊടുക്കാൻ സാധിക്കണില്ല, അത് തിരിച്ചടക്കാൻ സാധിക്കണില്ല. ഇതിനെല്ലാം നമ്മൾ ഇല്ലാത്തവന് ഇവിടുന്ന് ഇതിനു വേണ്ടി അവൻ്റെ ദുരിതമാണ് ഇവർ കുറച്ച് പേര് ഇരുന്ന് ഇങ്ങനെ പോണത്. അപ്പം അത് നമ്മൾ ശരിക്കും ഭരണഘടന പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കണം ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇത്രയും വലിയ പ്രകമ്പനം കൊള്ളുന്ന മുദ്രാവാക്യങ്ങളുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭയങ്കരമാണ്. അവർക്ക് അവസര സമത്വം എല്ലാം പറഞ്ഞിട്ട് അത് നിഷേധിക്കുകയാണ് നമ്മളത്. അറിവില്ലാത്ത ആളുകളല്ല ഇത് ചെയ്യുന്നത്, പോളിസി ഉണ്ടാക്കുന്ന ആളുകളും. അപ്പം ശരിക്കും നല്ലൊരു ഗതാഗത നയമുള്ളൊരു രാജ്യമാണ്. ഏറ്റവും ബെസ്റ്റ് ഡോക്യുമെൻ്റ് ഇന്ത്യ ഉണ്ടാക്കിയേക്കണതിൽ ഒന്ന് അത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് എല്ലാം അംഗീകരിച്ചിട്ട് കാര്യങ്ങൾ അതിനെതിരായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഈ റെയിൽവേ ആണ്, നമ്മുടെ റെയിൽവേ അതിന് തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഈ റെയിൽവേ ബോർഡിൽ ചെന്നാൽ നമുക്ക് രണ്ടാമത് ഞാൻ പറഞ്ഞ ഈ സിഗ്നലിങ്ങിന് കൂടാതെ നമുക്ക് റെയിൽവേയിൽ ചെയ്യേണ്ട ഒരുപാട് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ പണിയാം. ഓവർ ബ്രിഡ്ജുകൾ പണിതാലേ നമുക്ക് ട്രെയിനിൻ്റെ പാസേജ് അല്ലെങ്കിൽ എല്ലാ ഗേറ്റ് അടച്ചാന്നൊക്കെ തിരക്കി നിൽക്കണം അതിന്. അതുകൊണ്ട് തന്നെ റെയിൽവേ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് പകുതി കാശ് കേന്ദ്രം തരും, ബാക്കി പകുതി നമ്മൾ ചെയ്താണ്. നമ്മുടെ ഇവിടെ ഇപ്പം തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 10-50 റെയിൽവേ ഓവർ ബ്രിഡ്ജ് പാസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ നിന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ പാസ്സാക്കി കിട്ടിയത് രാജഗോപാൽ കുറച്ച് നാൾ കേന്ദ്രത്തിൽ സ്റ്റേറ്റ് മന്ത്രിയായിരുന്നു. അന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പടപടയെന്ന് കിട്ടി. പക്ഷെ ആ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ പോലും ഇന്നും പണിത് തീർത്തിട്ടില്ല നമ്മൾ. ഇപ്പം 12 എണ്ണം പാസ്സാക്കി. ഇത് വരുന്നതനുസരിച്ച് നമുക്കിത് പണിത് തീർക്കേണ്ടത്. അത് ബാക്കി കേരളത്തിൻ്റെ പകുതി കാശിടാനായിട്ട് കാശില്ല നമ്മുടെ. അതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ RBDCക്ക് ഉണ്ടാക്കിയത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള എന്നും പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കിയത്. RBDCക്ക് ഈ ബാക്കിയുള്ള 15 കോടി രൂപ കടമെടുത്തിട്ട് ചെയ്യുമെന്നുള്ള കമ്പനിയാണല്ലോ, ആണ് അതിൻ്റെ സാധനം. പക്ഷേ ആ കാര്യം നടക്കണില്ല. RBDCക്കലും നല്ല മിടുക്കന്മാരും ഇവിടെ കൊച്ചിൻ എയർപോർട്ട് ഉണ്ടാക്കിയ കുര്യനും ഇവിടെ ജില്ലാ കളക്ടറായിരുന്ന മുഹമ്മദ് അനീഷും ഒക്കെ അവരൊക്കെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ളവരിരുന്ന് ഒരുപാട് കാര്യം ചെയ്താൽ മതി. അവരാണ് RBDCക്ക് ഉണ്ടാക്കുമ്പോഴുള്ള ഫൗണ്ടേഴ്സ്. അതുപോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് RBDCക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഇവിടെ റെയിൽവേ ഓർബിറ്റെല്ലാം വന്നു കഴിയുമ്പോൾ തന്നെ ഈ റെയിൽവേ ഗേറ്റുകൾ മാറിയാലേ 3 ഷിഫ്റ്റ് ഒരാൾക്ക് ശമ്പളം കൊടുക്കണേ റെയിൽവേ പകുതി കാശ് തരുമെന്നൊക്കെ പറഞ്ഞാൽ അത് 5 കൊല്ലം കൊണ്ട് അവൻ്റെ ശമ്പളത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ ആവശ്യത്തിൻ്റെ മാറും. രണ്ടാമത് നമുക്ക് വളരെ ആനുകൂല്യമല്ലേ, ട്രെയിൻ എല്ലായിടത്തും നിർത്താതെയും സിഗ്നൽ തിരക്കാതെ അടിച്ച് പോകാമല്ല. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും അത് നടപ്പാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം മാറിപ്പോവും. നമ്മുടെ ഇപ്പോഴത്തെ ഈ യാത്രാ സംവിധാനത്തിൽ വരുന്ന ആളുകളും കൂടുതൽ ഇതിൻ്റെ 2 ഇരട്ടി ആളുകളെ ഇതിൻ്റെ അകത്തേക്ക് അട്രാക്റ്റ് ചെയ്യാം. അതിൽ ഈ ഏറ്റവും ഇതിനകത്തെല്ലാം ഈ ഗതാഗതത്തിൻ്റെ ഒരു ജെൻഡർ ഇഷ്യൂ ഉണ്ട്. ഈ സ്ത്രീ വിവേചനത്തിൻ്റെ വലിയൊരു സാധനം ഗതാഗതത്തിലാണ് നമ്മൾ മാറ്റേണ്ടത്. അതായത് ഇപ്പോഴത്തെ ട്രെയിനിൽ നമുക്ക് എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നോ കോഴിക്കോട് നിന്നോ കൊച്ചിയിൽ നിന്നോ ഒരു ട്രെയിൻ കാലത്തെ തിരുവനന്തപുരത്തേക്കാണ് കോഴിക്കോടൊക്കെ പുറപ്പെടുന്നത്. എല്ലാം 5:25 ട്രെയിനുണ്ട്, പിന്നെ 6:15 ഇങ്ങനെ ഈ ട്രെയിനെല്ലാം 6.5 മണിക്ക് മുമ്പ് എല്ലാ സ്റ്റേഷനിൽ നിന്നും പോയി കിട്ടും മെയിൻ നഗരത്തിൽ. പക്ഷേ ഈ 6.5 മണിക്ക് മുമ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്താനുള്ള പൊതുഗതാഗതമില്ല. ബസ്സോ ബോട്ടോ വഴി റെയിൽവേയിൽ വരാൻ സാധിക്കില്ല. സ്വന്തമായിട്ട് കാറോ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ ടാക്സി എടുക്കാൻ കാശുള്ളവന് മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിക്കൂ. അപ്പോൾ അതിലേറ്റവും നമ്മൾ തഴയപ്പെടുന്നത് സ്ത്രീകളാണ്. വെളുപ്പിന് 5 മണിക്കൊന്ന് കയറി കൊച്ചി നഗരത്തിൻ്റെ കുറച്ച് ദൂരം നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല നമ്മുടെ ഈ മഴയുള്ള കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഇത്തിരി സ്പീഡ് കൂട്ടുകയും സിഗ്നലിങ് മാറ്റുകയെല്ലാം ചെയ്താൽ ഈ ഇപ്പോൾ കൊച്ചിക്കുള്ള ഒരു സെൻട്രൽ ഇതായതുകൊണ്ട് കൊച്ചിയുടെ 2ാമത്തെ റിങ് കിടക്കണത്, ആദ്യത്തെ റിങ് ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ 70 കിലോമീറ്ററാണ്, അതിനുള്ളിലാണ്. 2ാമത്തെ റിങ് കിടക്കുന്നത് തിരുവനന്തപുരം കോയമ്പത്തൂർ കോഴിക്കോട് 200 കിലോമീറ്ററേ ഉള്ളൂ. ഇതൊരു 100-125 കിലോമീറ്റർ സ്പീഡിലുള്ള നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിന് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്തും. മറ്റേ ട്രെയിൻ പോലെ അധികം നേരം നിർത്തിയിടുന്നില്ല, ഇത് ആക്സലറേഷനിൽ പോയിക്കൊള്ളൂ. അപ്പോൾ
ഈ 2 മണിക്കൂർ പോട്ടെ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ഈ 6:30 പോകുന്നതിന് വേറെ 7:30 ആവും. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും പഠിക്കാൻ പോണ കുട്ടികൾക്കും എല്ലാം തന്നെ പഠിക്കാൻ പോണ കുട്ടികളെ പോലും നമുക്ക് ഹോസ്റ്റലിനടുത്തൊക്കെ നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ യാത്രയും വീട്ടുകാർക്ക് ഭയമാണ് ഇതൊക്കെ. അപ്പോൾ 7:30 മണിക്ക് പോലുള്ള ട്രെയിനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നെത്തും. അത് നമ്മൾ പുറപ്പെടുമ്പോൾ തിരിച്ചു വരുമ്പോൾ ട്രെയിൻ മിക്കതും എത്തണത് 9 മണി കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടാൽ 10 മണിയൊക്കെ ആവും. വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. ആണുങ്ങൾ ആരെങ്കിലും ഓട്ടോറിക്ഷ ആരെങ്കിലും ബസ്സിൽ തൂങ്ങി എന്നൊക്കെ പോകും. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. അപ്പോൾ ഈ ജെൻഡർ ജസ്റ്റിസും കൂടെ ഇതുകൊണ്ടുണ്ടാവും. നമ്മളിത് സ്പീഡ് ചെയ്ത് ഇങ്ങനത്തെ സിസ്റ്റം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളിലും അപ്പോൾ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ വരും. പ്രത്യേകിച്ച് സ്ത്രീകളെല്ലാം ട്രെയിനിൽ വന്നിട്ട് മൂവ് ചെയ്യാൻ മൊബിലിറ്റിയാണ് ജീവിതം. അതിനൊരു ഇവർ തന്നെ പറയുന്നുണ്ട്, മൊബിലിറ്റി ഈസ് ലൈഫ്, ഐഡിൽനെസ് ഇസ് ഡെത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷെ നമ്മൾ നിർബന്ധിതമായിട്ട് യാത്ര ചെയ്യാതിരിക്കണേ വീട്ടിൽ. എന്ന് വെച്ചാൽ എങ്ങനെ പോവും ചോദിക്കുമ്പോൾ പറയും എങ്ങനെ യാത്ര ചെയ്യും, പോയാൽ തിരിച്ചു വരാൻ സാധിക്കില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് മുറിയെടുക്കണം. ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സാമൂഹ്യമായിട്ട്, അതിനെക്കുറിച്ച് ആരും അങ്ങനെ പഠിക്കാത്തത് കൊണ്ടാണ്. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ GST ഓവർനൈറ്റ് കൂടും. ആദ്യത്തെ വർഷം തന്നെ ഒരു 10-20% അങ്ങോട്ട് കൂടും. അതനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ കൂടും. ഒരുപാട് ആളുകളുടെ കയ്യിൽ കാശ് വരും. ആ കാശ് മാർക്കറ്റിൽ വരുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് മത്സ്യബന്ധനവും കൃഷിയുമാണ്. ഈ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്റ്റേറ്റിനും കേരളം പോലെ ഒരു കാർഷിക മേഖലയില്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ എല്ലാം നാണ്യവിളകൾ ഒരുപാടുള്ളതാണ്. അത് കപ്പയാണെങ്കിലും കുരുമുളകാണെങ്കിലും റബ്ബറാണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഹൈ വാല്യൂ ആണ് ഇതെല്ലാം. അപ്പോൾ അത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗതാഗതം വരുന്നതോടുകൂടി എല്ലാം മാറിക്കും. ചെറിയ ചെറിയ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവും. കൊച്ചു പ്രോസസ്സിങ് യൂണിറ്റിൽ ഇപ്പോൾ സാധനങ്ങൾ ചെയ്യാം നമുക്ക്. അത്രയും വരെ ടെക്നോളജി വന്നിരിക്കണം. നമ്മൾ വലിയ മോട്ടറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയോളം മോട്ടറായിപ്പോൾ. അപ്പോൾ അതിനുള്ള സ്കില്ല് പഠിക്കാനായിട്ടും കേരളത്തിൽ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഓൺലൈനായിട്ടും യൂട്യൂബിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. യൂറോപ്പിലൊക്കെ ഉണ്ടായ മാറ്റം പോലെ തന്നെ അവനുണ്ടാക്കുന്ന മുന്തിരി അവൻ തന്നെ വൈനായിട്ട് മാറ്റി, ആ വൈനിന് എന്തെങ്കിലും പ്രത്യേകത കണ്ടെത്തി അതിന് വേറൊരു പേരെല്ലാം ഇട്ട് അവരുടെ അല്ലെങ്കിൽ അതുകൊണ്ട് ജാം ഉണ്ടാക്കി, ആ ജാമിന് ഇവിടെ നമ്മുടെ തണ്ണിമത്തൻ തന്നെ ജാം ഉണ്ടാക്കിയിട്ട് 4 തരത്തിലെ ജാമും അതിൻ്റെ സാധനങ്ങളും ഒക്കെ, അതിൻ്റെയൊക്കെ ഓരോന്നിനും ടേസ്റ്റ് വേറെ. അത് വാങ്ങാൻ ആ ഗ്രാമത്തിൽ ചെല്ലണം. എങ്ങനെയാണ് ഇത് വളർത്തണമെന്ന് കാണാനായിട്ട് ജനങ്ങൾ ചെല്ലണം. അവർ ചെറിയ ചെറിയ ഈ കൃഷി ഇടങ്ങളിലുള്ള ചെറിയ മുറികളിലൊക്കെ താമസിക്കണം. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കണം. ഇതൊക്കെ വലിയ അനുഭവങ്ങളാണ്. ഇത് ചെയ്യാനായിട്ട് ഈ ഗതാഗതം വഴി കണക്ട് ചെയ്താലേ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ടൂറിസത്തിന് വേണ്ടി ഇപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടൂറിസത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ചെയ്താൽ ടൂറിസ്റ്റും വന്നുള്ളൂ അതിൻ്റെ പുറകെ. പ്രത്യേകിച്ച് ടൂറിസം എന്ന് പറഞ്ഞ ഒരാളില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാണാനായിട്ട് അതിൻ്റെ പുതുമയും അതൊക്കെ നീറ്റായിരിക്കണം. അത് വന്നാൽ നമ്മുടെ ഗ്രാമങ്ങൾ ഇത്രയും വലിയ സംഭവം ഉണ്ടാകും നമുക്ക്. അപ്പോഴേ നമ്മളൊരു ഗോഡ്സ് ഓൺ കൺട്രി ആവുള്ളൂ. ഇപ്പം അല്ലെന്ന് വെച്ചാൽ ഒരാൾക്ക് പടത്തിൽ കാണാൻ അവിടെ ചെന്നെത്താൻ സാധിക്കില്ല. നമ്മുടെ നടുപൊടിഞ്ഞു പോകും. നമ്മൾ പ്ലാന്റേഷനിലൊക്കെ പോയി താമസിക്കാനൊക്കെ ആർക്കും സാധിക്കില്ല. പക്ഷെ ട്രെയിനിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ ആ ട്രെയിനെല്ലാം നല്ല സ്പീഡായിട്ടും പെട്ടെന്ന് അവിടെ ഇവിടെ യാത്ര ചെയ്യാനും വേണ്ടിയിട്ട് റെയിൽവേയുടെ ഏറ്റവും വലിയ വിപ്ലവം ഒരു സംസ്ഥാനത്തിന് സാധിക്കാത്ത പണിയാണ് റെയിൽവേ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഗുവാഹത്തിയിൽ പോകുന്ന ട്രെയിൻ, അത് ഇത്ര നമ്പർ ട്രെയിൻ ഏത് ലൈനിൽ കിടക്കണമെന്ന് ഇവിടെ ഇരുന്ന് കാണാം. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാശ്മീരിൽ നിന്ന് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് വന്ന ഫ്രോണ്ടിയർ മെയിലിൽ എത്ര സീറ്റ് ഏത് ബോഗിയിൽ എത്ര സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നറിയാം. ടെക്നോളജി ഇത്രയും അപ്ലൈ ചെയ്തിട്ടുള്ള റെയിൽവേ പോലൊരു സാധനം ഈ ലോകത്തുണ്ടാവില്ല. ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആ റെയിൽവേ നമ്മുടെ ഇവിടെ ഓടാൻ തുടങ്ങിയാൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത് പുറപ്പെടുന്ന ട്രെയിനിൽ എത്ര ടിക്കറ്റ് ഉണ്ട് എനിക്ക് വിൻഡോ സൈഡിലിരുന്ന് കാണാൻ സാധിക്കും. ടൂറിസ്റ്റുകൾക്കൊരു വലിയ സാധനമാണ് ജനലിൻ്റെ അരിയിലിരിക്കണം. അതിന് നിങ്ങൾ 20% ചാർജ് കൂടുതൽ വെച്ചോ. അങ്ങനെ ഒരുപാട് വാല്യൂ ക്യാപ്ചർ ചെയ്യാനും സമയത്തിന് എത്തുന്നത് കൊണ്ടുള്ള ഗുണവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധ്യതകളും സാങ്കേതിക വിദ്യയും ഉള്ളതും ആയ ഒരു നാട്ടിലും ഒരു സാഹചര്യത്തിനും ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടത്. നമ്മൾ പിന്നെയും ഓരോ സ്വപ്നങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അതാണ് വികസനം എന്ന് വരുത്തി തീർത്ത് നിർമ്മാണം തന്നെ ഉണ്ടാക്കി
നമ്മൾ നടക്കുകയാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും ഒറ്റ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ട്രാക്കൊക്കെ ഇടുന്നത് തന്നെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾക്കുള്ള ട്രാക്കിൽ കൂടെ മാക്സിമം വണ്ടികൾ ഓടിക്കാനുള്ള സാങ്കേതിക വിദ്യ അത് നമ്മുടെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് പല തലങ്ങളിലുള്ളതുണ്ട്. 2 നമുക്ക് ഈ കുറേ റെയിൽവേ ഓർബിറ്റുകൾ നമുക്ക് മാറ്റണം. പിന്നെ നമ്മുടെ ഈ ടൈമിങ്ങും ഇതും ചെയ്യണത് പൊതുഗതാഗതമായിട്ട് നമുക്ക് ഡിജിറ്റൈസ് ചെയ്ത് കണക്ട് ചെയ്യണം. ട്രെയിൻ വരുന്ന ഇന്ന സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് ഇത്ര മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളെ ഇതെല്ലാം മുഴുവൻ അത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ആഫ്രിക്ക പോലെയുള്ള ടാൻസാനിയയുടെ തലസ്ഥാനത്തും നമ്മുടെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെല്ലാം ഉള്ളിടത്ത് ബസ് വരുന്നതിൻ്റെ സമയം 5:48 ബസ് വരുമെന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തിനാ 5:48, നമുക്ക് 5:50 ഇല്ല 5:50 ബസ് വരുമെന്നാണ് പറഞ്ഞവർ. 5:48 ബസ് വരും. അപ്പോൾ സിഗ്നൽ മാറും. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ 2 മിനിറ്റ് കൊടുക്കും. അപ്പോൾ 5:50 വേറെ ബസ് വന്ന് വേറെ ഡയറക്ഷനിൽ പോകണ്ട. അപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ട ആളുകൾക്ക് അവിടെ അപ്പോൾ റോഡ് സിഗ്നൽ ആളുകൾക്ക് നടന്ന് പാസ് ചെയ്യാനുള്ള സിഗ്നൽ വന്ന്. അപ്പം ഈ ബസ്സിൽ നിന്ന് ഇറങ്ങണവൻ അവിടെ ഇറങ്ങി അപ്പുറത്ത് ചെല്ലുമ്പോൾ 2 മിനിറ്റാണ് അവന് ക്രോസ് ചെയ്യാൻ. അതപ്പോൾ സിഗ്നൽ അത് കഴിയുമ്പോൾ അപ്പുറത്തെ ബസ് വന്നു. ഇത് അത്ര ടൈമിങ് സെറ്റ് ചെയ്തിരിക്കണേന്ന്. അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ എല്ലാ നഗരങ്ങളും അതും നമ്മൾ ഏത് നഗരം എടുത്തു ബ്രസീലിയ എടുത്താലും ശരി, അപ്പുറത്ത് ഇപ്പോൾ കൊളംബിയയിലെ നഗരങ്ങളെടുത്താലും എല്ലാ സ്ഥലത്തും റെവല്യൂഷൻ. അത് ഞാൻ അതൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് യൂറോപ്പ് അമേരിക്ക പറയുമ്പോൾ അത് വികസിച്ച രാജ്യങ്ങളാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ മൂന്നാഞ്ചേരി രാജ്യങ്ങളുടെ കാര്യമാണ് എനിക്ക് പറഞ്ഞത്. ട്രെയിനും എല്ലായിട്ടും ലിങ്ക് ചെയ്തേക്കണേ, അതെല്ലാം തമ്മിൽ കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. എനിക്ക് ഇവിടെ ഇപ്പം നമ്മൾ ശരിക്കും വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഗതാഗതത്തിൻ്റെ ഇതിൽ പഠനത്തിൽ 2 ഘടകങ്ങൾ വെച്ചാണ് നമ്മൾ യാത്രയുടെ എങ്ങോട്ടാണ് അധികം ആളുകൾ വിടേണ്ടത്, എങ്ങോട്ടും ബസ് എത്ര ഓടിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിലൊന്നിന് ഒറിജിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. എൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എൻ്റെ യാത്ര, ഞാൻ എവിടെ പോയാണ് ലക്ഷ്യം, ഏതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയും. പിന്നെ ഒന്നിന് പറയുന്നത് ബോർഡിങ് ലൈറ്റിങ്, ഞാൻ എവിടെ നിന്നാണ് കയറുന്നത്, എവിടെയാണ് ഇറങ്ങണത്. എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ചിലപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് വേറെ ബസ് പിടിച്ചിട്ട് വേണം എത്താൻ, അല്ലെങ്കിൽ വേറെ മെട്രോ ട്രെയിനിൽ അല്ലെങ്കിൽ വേറെ ട്രെയിനിലേക്ക് അല്ലെങ്കിൽ ബോട്ടുണ്ട്. കൊച്ചിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ജലഗതാഗതം ഭയങ്കരമാണ്. ചെറിയ ചീപ്പായിട്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ സാധിക്കും. ജലഗതാഗതങ്ങളുണ്ടായ നഗരമാണ്. പിന്നെ വന്നതാണ് റെയിൽവേ. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവം ചെയ്തും ലോകത്തിൻ്റെ മുമ്പിലും തല ഉയർത്തി മാതൃകയായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചിയും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളും. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണില്ല. സാങ്കേതിക വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ ജനത്തിന് അനുഭവിക്കാൻ സാധിക്കാത്ത, അതിൽ നിരാശപ്പെട്ടു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ഒക്കെ പഠിച്ച് വന്ന പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ കോളേജിലെ വിഷയങ്ങളുടെ ഭാഗമായിട്ട് അവരെല്ലാം വളരെ നിരാശരാണ്. അവരൊരിക്കലും നമ്മുടെ നാട്ടിൽ നിൽക്കില്ല. അവർ സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാം എപ്പോഴും അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഈ സാധ്യതകളെല്ലാം കാണിച്ചുകൊണ്ട് 2010 ഞാനൊരു വളരെ റീസേർച്ച് ചെയ്ത് ഒരു ബുക്കായിട്ട് ഞാനത് പ്രിൻ്റ് ചെയ്തിറക്കി. വായിലിപ്പോൾ വാക്കാലേ നമ്മൾ പറയുന്നത് ഒരു പക്ഷേ തെറ്റിയും വളഞ്ഞുമൊക്കെ പോകും. എഴുതി വെച്ചാൽ അത് സത്യമായിരുന്നു. എനിക്കതിലൊരു ഗുണം കിട്ടിയെന്താണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് പുറത്തിറങ്ങാനതിന് അതിനെ എഡിറ്റ് ചെയ്ത് തന്നത്, ടെക്നിക്കലായിട്ട് എഡിറ്റ് ചെയ്ത് തന്നത് സി രാജു എന്ന് പറയുന്ന ആളാണ്. സി രാജുവാണ് കേരളം കണ്ടതിൽ ഏറ്റവും മിടുക്കനായ ജനവുമായിട്ട് ബന്ധമുള്ള ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ. അയാൾ റൈറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതാഗത ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് റെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MD ആയിരുന്നു. അയാൾ കൊങ്കൺ റെയിൽവേ പണിതതിൻ്റെ ചീഫ് എഞ്ചിനീയറായിരുന്നു. ശ്രീധരൻ ഉണ്ടായ മോളിൽ അതിൻ്റെ കൂടെ ചീഫ് എഞ്ചിനീയറായിട്ട് നിന്ന് നിലത്ത് നിന്ന് പണിയിച്ച ആളാണ് ഇയാൾ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു. ഞാൻ അവസാനം ആ പുസ്തകം ലാസ്റ്റ് ഒന്നുകൂടെ നോക്കാനായിട്ട് കൊടുത്തപ്പോൾ പുള്ളി അതിൻ്റെ ടൈറ്റിൽ മാറ്റി. പുള്ളി അതിൻ്റെ അത് പറഞ്ഞ് അഫോർഡബിൾ എന്നൊരു വാക്ക് നിങ്ങൾ ഇടണം, അഫോർഡബിൾ എന്നുള്ള വാക്കിടണം. ആളുകൾക്കുള്ള അവർക്ക് വഹിക്കാൻ പറ്റുന്ന നിരക്കിലും കൂടെ ഇടണം. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാധനം. അതുകൊണ്ടാണ് ഞാൻ അഫോർഡബിൾ ആൻഡ് വയബിൾ എന്നും പറഞ്ഞ് എൻ്റെ ടൈറ്റിൽ മാറ്റിയാനത്. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തത് MK ദാസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഇവിടുത്തെ എഡിറ്ററായിരുന്നു. ഈ 2 പേരുടെ സർവീസ് എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടി. അവസാനം ഈ ബുക്കിൽ പറയുന്നത് ശരിയാണെന്ന് പറയാൻ വളരെ സീനിയറായിട്ടുള്ള സി രാജു പാലക്കാട് നിന്ന് ഇവിടെ വന്ന് ബുക്ക് റിലീസ് ചെയ്യണത് പുള്ളിയാണ്. ബുക്ക് റിലീസ് ചെയ്ത് സംസാരിക്കണത്. അപ്പോൾ അത്രയും ഓതൻറ്റിക്കേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും കൊണ്ടുപോയി പവർ പോയിൻ്റ് ഇട്ടതെല്ലാം കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നടപ്പാക്കാനായിട്ട് ഇപ്പോഴും നമുക്ക് സാധിക്കാത്തതിൻ്റെ പ്രോബ്ലത്തിൽ കിടന്ന് നമ്മൾ
ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ജനം രക്ഷപ്പെടണ ഇങ്ങനത്തെ ചെറിയ വഴി മതി. നമുക്ക് കാശൊന്നും വേണ്ട, ഇത്തിരി കാശുണ്ടെങ്കിൽ നമുക്ക് സംഗതി മാറ്റിയെടുക്കാം. അതാണ് നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും കംപ്ലീറ്റ് കേരളത്തിനെ മാറ്റിമറിക്കാൻ പോകുന്ന സംഭവമാണ്.